അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആ ഒരു സ്പിയറിന്റെ കേസ് വരെ സോളിഡ് സ്പിയറിന്റെ കേസ് വരെ നോക്കിയത്. നമുക്ക് സ്പെറിക്കൽ ഷെല്ലിൽ അവിടെ ഇല്ല നമുക്ക്. ഓക്കെ, അതൊരു എക്സ്ട്രാ പോയിന്റ് ആയിട്ടാണ് തോന്നിയത്. ഹോളോ സ്പിയർ സ്പെറിക്കൽ ഷെൽ എന്ന രണ്ട് കണ്ടീഷൻ. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ ഒരു റൊട്ടേഷണൽ മോഷനുമായി ബന്ധപ്പെട്ട് വരുന്ന കൈനറ്റിക് എനർജി, അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജി, ഇതുപോലത്തെ കുറച്ച് ടേംസ് ആണ്. ഓക്കെ, വർക്ക് ഡൺ ഇക്വേഷൻ, പൊട്ടൻഷ്യൽ എനർജി അല്ല, വർക്ക് ഡൺ ഇക്വേഷൻ നമുക്ക് നോക്കണം. വർക്ക് ഡൺ അറിയാലോ, വർക്ക് ഡൺ എന്താണ്? W is equal to ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. വർക്ക് എനർജി തിയറം ആണ്. ദർ ഈസ് ഡെൽറ്റ ഇ. ഒരു എനർജി ചേഞ്ചിനാണ് എന്ത് പറയുന്നത്? വർക്ക് ഡൺ എന്ന് പറയുന്നത്. എനർജി ചേഞ്ച് ആകുന്ന സമയത്ത് ഇവിടെ കൈനറ്റിക് എനർജിയുടെ വേരിയേഷൻ. അപ്പൊ നമുക്ക് ഈ ഒരു നോർമൽ ലീനിയർ കേസ് നമ്മളവിടെ ഈ ഒരു കേസ് പഠിക്കുന്നുണ്ട്. ലീനിയർ മോഷന്റെ കേസിൽ അവിടെ വർക്ക് എനർജി തിയറി അവിടെ പഠിക്കുന്ന ഒരു കേസാണ്. ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ഹാഫ് എം വി സ്ക്വയർ മൈനസ് ഹാഫ് എം വി ടു സ്ക്വയർ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ആണ് പഠിക്കും. അപ്പൊ അതേ പ്രോപ്പർട്ടി നമുക്ക് എന്ത് ചെയ്യണം? ഈ ഒരു കേസിലും ഈ ഒരു റൊട്ടേഷണൽ മോഷന്റെ കേസിലും അവിടെ പഠിക്കേണ്ടി വരും. അതാണ് പ്രൂഫ് ആയിട്ട് എടുക്കാം. അല്ലെങ്കിൽ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ എന്നതിന് നമുക്ക് അവിടെ പ്രൂവ് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. Now നമ്മൾ എടുക്കാൻ പോകുന്നത് കൺസിഡർ എ റിജിഡ് ബോഡി അബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ O. അതായത് O എന്ന് പറയുന്ന ഒരു ആക്സിസ് കൂടി ബൈപാസ് ചെയ്ത് പോകുന്ന ഒരു റിജിഡ് ബോഡി ഞാൻ ഇവിടെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഒരു ആക്സിസിൽ. റിജിഡ് ബോഡി ഒരു ഓക്കെ ഷേപ്പ് ഉള്ള ഒരു ബോഡി. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? അതിനെ ഹാങ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഓസിലേഷൻ, ഇതിന്റെ മോഷൻ എന്ത് ചെയ്യാം? ഇവിടെ കൈനറ്റിക് എനർജി പ്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ആ ഒരു കേസിന് റൊട്ടേഷൻ ചെയ്യുന്ന സമയത്ത് വിത്ത് റെസ്പെക്ട് ടു ആൻ ആക്സിസ്, ഈ ഒരു ആക്സിസ് കൂടി, ഇതാണ് ആക്സിസ് കേട്ടോ, ഇത് എ ബി എന്ന് പറയുന്ന ആക്സിസ്, ഈ ഒരു എ ബി ആക്സിസ് വിത്ത് റെസ്പെക്ട് എന്ത് ചെയ്യുകയാണ്? ഇത് ഇവിടെ ഇങ്ങനെ ഓസിലേഷൻ റൊട്ടേഷണൽ മോഷൻ എന്ത് ചെയ്യുന്നു? എക്സിക്യൂട്ട് ചെയ്യുന്നു. ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന കൈനറ്റിക് എനർജി ചേഞ്ച് ആണ് ഞാൻ എന്ത് ചെയ്യുന്നത്? അവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഇവിടെ എങ്ങനെ എടുക്കാൻ പറ്റും? ദാറ്റ് ഈസ് കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ ഇവിടെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് ടോട്ടൽ ഒരു ബോഡി എടുക്കാൻ എന്ത് ചെയ്യാം? ഓരോ മാസം നമ്മൾ അന്ന് ഒരു മൊമെന്റ് ഓഫ് ഇനർഷ്യ പഠിച്ച സമയത്ത് ചെയ്ത പോലെ മൊമെന്റ് ഓഫ് ഇനർഷ്യ പഠിച്ച സമയത്ത് നമ്മൾ ഒരു ആക്സിസ് കൺസിഡർ ചെയ്തു. ആക്സിസ് ചുറ്റും എന്ത് ചെയ്യുന്നു? ഒരു റിജിഡ് ബോഡി ആണെങ്കിൽ ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ടോ? M1 എന്ന് പറയുന്ന മാസുള്ള പാർട്ടിക്കിൾ, അടുത്ത് M2 എന്ന് പറയുന്ന മാസുള്ള പാർട്ടിക്കിൾ, എന്ത് ചെയ്യും? ഇങ്ങനെ ഒരുപാട് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അവിടെ ഉണ്ടെന്ന് പറയും. അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ അതുപോലെ ഓരോ പാർട്ടിക്കിൾസിന്റെ റൊട്ടേഷൻ ആണ് ടോട്ടൽ സംസ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നത്? അവിടെ ടോട്ടൽ കൈനറ്റിക് എനർജി നമുക്ക് അവിടെ കിട്ടുന്നത്. ദാറ്റ് ഈസ് ഫസ്റ്റ് ഇവിടെ ഒരു M1 എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിൾ ഉണ്ട്, സെക്കൻഡ്ലി ഇവിടെ M2 എന്ന് പറയുന്ന പാർട്ടിക്കിൾ ഉണ്ട്, അടുത്ത് M3, ഇങ്ങനെ ഉണ്ട്, ഒരുപാട് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇതിനകത്തുണ്ട്. അപ്പൊ ഇതെല്ലാം റൊട്ടേഷൻ നടക്കുന്ന സമയത്ത് എല്ലാം എന്ത് ചെയ്യണം? റെസ്പെക്ട് ടു ആക്സിസ് ഇങ്ങനെ റൊട്ടേഷൻ നടത്തുവാണ്. ഓക്കെ, നടത്തുക. അപ്പൊ ഇവിടെ കൈനറ്റിക് എനർജി എടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് കൈനറ്റിക് എനർജി A of the particle is equal to half m1 v1 square, ഫസ്റ്റ് പാർട്ടിക്കിളിന്റെ കൈനറ്റിക് എനർജി. അപ്പോൾ ഇത് നമുക്ക് ലീനിയർ മോഷന്റെ കേസ് ആണ്, ബട്ട് ഇവിടെ എന്താണ്? നമുക്ക് ആംഗുലർ മോഷൻ ആണ്. അപ്പോൾ v എന്ത് ചെയ്യണം? v is equal to r ഒമേഗ എന്നൊരു റിലേഷൻ ഉണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് v സ്ക്വയർ ഈക്വൽ ടു r സ്ക്വയർ ഒമേഗ സ്ക്വയർ എന്ന് ഇക്വേഷൻ മോഡിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ കൈനറ്റിക് എനർജി ഇക്വേഷൻ ഇങ്ങനെ മാറും, വിച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു m, ഫസ്റ്റ് മാസിന്റെ ആണെങ്കിൽ മാസ് m1 r1 സ്ക്വയർ ഇൻറ്റു ഒമേഗ സ്ക്വയർ. ഇവിടെ ഒമേഗയ്ക്ക് 1ഉം 2ഉം നമുക്ക് സഫിക്സ് വരത്തില്ല. കാരണം എന്താണ്? ഈ ഒമേഗ എല്ലാത്തിനും കോമൺ ആണ്. കാരണം ഒരേ ആംഗുലർ വെലോസിറ്റിയിലേക്ക് എന്ത് ചെയ്യുന്ന എല്ലാ പാർട്ടിക്കിൾസും സഞ്ചരിക്കുന്നത്. ഡിസ്റ്റൻസിന് അവിടെ വേരിയേഷൻ ഉണ്ട്. അപ്പോൾ ഡിസ്റ്റൻസ് മാറുന്നതനുസരിച്ച് ഒമേഗയ്ക്ക് ഒന്നും വേരിയേഷൻ വരത്തില്ല. എക്സാമിനേഷൻ എഴുതുന്ന സമയത്ത് ഒമേഗയ്ക്ക് 1 എന്നോ 2 എന്നോ സഫിക്സ് ഇട്ട് കൊടുക്കുക, കാരണം അത് മിസ്റ്റേക്ക് ആണ്. ഓക്കെ, അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. ഒമേഗയുടെ കേസിൽ അവിടെ വരത്തില്ല. അതുപോലെ തന്നെ ഇവിടെ കൈനറ്റിക് എനർജി ഓഫ് റൊട്ടേറ്റിംഗ് ബോഡി എഴുതിയതിനു ശേഷം ലാസ്റ്റ് ഹാഫ് m1 v1 സ്ക്വയർ v സ്ക്വയർ എന്ന് മാത്രം എഴുതി നിർത്തുകയും ചെയ്യും. കാരണം എന്താണ്? ഇത് ലീനിയർ മോഷന്റെ കേസ് ആണ്. ലീനിയർ മോഷൻ അല്ല നമ്മൾ പഠിക്കുന്നത്, നമ്മൾ റൊട്ടേഷൻ മോഷൻ ഇവിടെ സ്റ്റഡി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക? ഹാഫ് ഇൻറ്റു m1 r1 സ്ക്വയർ ഒമേഗ സ്ക്വയർ എന്ന് ഇക്വേഷൻ മോഡിഫൈ ചെയ്ത് എഴുതുക. ഇതിപ്പോ ഒരു മാസ്, ഇതുപോലെ എന്തുണ്ട്? ഒരുപാട് നമ്പർ ഓഫ് മാസ് ഉണ്ട്, ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ട്. പ്ലസ് ഹാഫ് ഇൻറ്റു m2 r2 സ്ക്വയർ ഒമേഗ, ഇങ്ങനെ ഒരുപാട് പാർട്ടിക്കിൾസ് ഇതിനകത്തുണ്ട്. ഓക്കെ, നമുക്ക് എടുക്കാം. എന്ത് ചെയ്താൽ മതി? ടോട്ടൽ കൈനറ്റിക് എനർജി k is equal to summation over I is equal to 1 to n half into mi square mi square ഒമേഗ സ്ക്വയർ എന്ന് കിട്ടും. ഇതില് ഈ MIR എന്താണ് ശരിക്കും? നമ്മൾ ഫസ്റ്റ് ഒരു ചാപ്റ്ററിന്റെ സ്റ്റാർട്ടിങ് പഠിച്ച മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ്. I is equal to mi square ആണ്. ഓക്കെ, എന്താണ്? മൊമെന്റ് ഓഫ് ഇനർഷ്യ, അതായത് ഈ ഒരു ആക്സിസ് വിത്ത് റെസ്പെക്ട് ആയിട്ട് വരുന്ന മൊമെന്റ് ഓഫ് ഇനർഷ്യ. അപ്പൊ നമുക്ക് ഈ ഒരു ഇക്വേഷൻ എന്ത് കിട്ടി? ഇവിടെ സാധാരണ ലീനിയർ മോഷന്റെ കേസിൽ mv സ്ക്വയർ എന്ന് വരുന്നിടത്ത് വെലോസിറ്റി അവിടെ ഇക്വലന്റ് ആയിട്ട് വെലോസിറ്റി ടേം ഉണ്ട്. ബട്ട് എന്താണ്? മാസിന് ഇക്വലന്റ് ആയിട്ട് ഇവിടെ നമുക്ക് മൊമെന്റ് ഓഫ് ഇനർഷ്യ ടേം ആണ് വരുന്നത്. കൈനറ്റിക് എനർജി ഇക്വേഷൻ ഇങ്ങനെ മാറും. ദാറ്റ് ഈസ് സബ്മേഷൻ ഓവർ I is equal to 1 to n
1 to n I small I and ഒമേഗ സ്ക്വയർ ഐ ഒമേഗ സ്ക്വയർ എന്നായിട്ട് മാറും. ഓക്കെ, ഇതാണ് അവിടെ കിട്ടുന്ന കൈനറ്റിക് എനർജി. ഹാഫ് കൂടി ഉണ്ട്. ഇതാണ് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതാണ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിപ്പോൾ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി കിട്ടി, നമുക്ക് വർക്ക് എനർജി തിയറി ഓൾറെഡി അറിയാം. നമുക്ക് പ്രത്യേകിച്ച് പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല. വർക്ക് എനർജി തിയറി നമുക്ക് അറിയുന്നതാണ്. എന്താണ് ചേഞ്ചിങ് കൈനറ്റിക് എനർജി? ഡെൽറ്റ കെ എന്ന് പറയുന്നതാണ് വർക്ക്. ഇത് നമുക്ക് ചേഞ്ചിങ് കൈനറ്റിക് എനർജി കാണിച്ചാൽ മതി. ഇനിഷ്യൽ കൈനറ്റിക് എനർജി മൈനസ് ഫൈനൽ കൈനറ്റിക് എനർജി എന്ന് കൊടുത്താൽ മതി. ദാറ്റ് ഈസ് ഡബ്ല്യു വർക്ക് ഡൺ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു I omega square minus half into I omega 0 square. ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇതാണ് അവിടുത്തെ വർക്ക് ഡൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു റിലേഷൻ നമ്മൾ പഠിക്കുന്നത് ചില സമയത്ത് എക്സാമിനേഷൻ തരാം. അവർ തന്നിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫൈൻഡ് ദ കൈനറ്റിക് എനർജി, ഫൈൻഡ് ദ കൈനറ്റിക് എനർജി എന്ന് ചോദിച്ചിട്ട് ഫൈൻഡ് ദ കെ ഓഫ് ദ ബോഡി. അവിടെ അവർ മാസ് തന്നിക്കും, മാസ് ഒരു പാർട്ടിക്കിളിലായിരിക്കും, ആൻഡ് ഡിസ്റ്റൻസും തന്നിക്കും, ഈ ഒരു വെലോസിറ്റി തന്നിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും തന്നിരുന്നാൽ അല്ലെങ്കിൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ പാർട്ടിക്കിൾ ഈക്വൽ ടു mi ഓഫ് ദ പാർട്ടിക്കിൾ. മൊമെന്റ് ഓഫ് ഇനർഷ്യ ഇപ്പോൾ 10 ആണ്. ഓക്കെ, 10 ആണ്. അപ്പോൾ ഈ ഒരു ആംഗുലർ വെലോസിറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് മാസ് തന്നിട്ട് നമുക്ക് കൈനറ്റിക് എനർജി തന്നാൽ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യത്തില്ല, ഈ ഒരു റിലേഷൻ ഓർമ്മ വരത്തില്ല. നമ്മൾ ചിലപ്പോൾ ഇതുവരെ പഠിച്ച് നിർത്തും, mi r² ഒമേഗ സ്ക്വയർ. അപ്പോൾ mi r² എന്താണെന്ന് അറിഞ്ഞിരിക്കണം, അതവിടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ് കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ആ പ്രോബ്ലം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ചില സമയത്ത് ഒരു പ്രോബ്ലത്തിന്റെ സബ്സെക്ഷൻ ആയിട്ട് ചോദിക്കാം, അല്ലാതെ ഒറ്റ പ്രോബ്ലം ചോദിക്കാൻ എനിക്ക് അറിയത്തില്ല. കാരണം ഇത്രയും സിമ്പിൾ ആയതുകൊണ്ട് തന്നെ ഒറ്റ പ്രോബ്ലം ചോദിക്കുന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല. ഓക്കെ, എന്ത് ചെയ്യുക, ചിലപ്പോൾ സബ് ക്വസ്റ്റ്യൻ ആയിട്ടോ പ്രതീക്ഷിക്കാം ക്വസ്റ്റ്യൻ. അതിന്റെ കൈനറ്റിക് എനർജി ഓഫ് എ പാർട്ടിക്കിൾ എക്സിക്യൂട്ടിംഗ് ആംഗുലർ വെലോസിറ്റി ഇത്രയാണ് ആൻഡ് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഇത്രയാണ്. എന്ത് ചെയ്യുക, കൈനറ്റിക് എനർജി കണ്ടുപിടിക്കുക. ഡയറക്റ്റ് ആയിട്ട് ചെയ്താൽ മതി. ഓക്കെ, അല്ലെങ്കിൽ മാസ് തന്നിരുന്നു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കൈനറ്റിക് എനർജി ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും ആ ഒരു ഐയുടെ വാല്യൂ കണ്ടുപിടിച്ചിട്ട്. ഇതാണ് കൈനറ്റിക് എനർജിയിൽ നോക്കേണ്ടത്. നെക്സ്റ്റ് കേസ് നമുക്ക് നോക്കാൻ പോകുന്നത് കൈനറ്റിക് എനർജി ഓഫ് എ റോളിംഗ് ബോഡി. ഇതായത് ഇതിപ്പോൾ പറഞ്ഞത് ഒരു ഫിക്സഡ് ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ബോഡിയുടെ കേസ്. ഇപ്പോൾ നമ്മുടെ സീലിംഗ് ഫാൻ കറങ്ങുന്നു, അപ്പോൾ സീലിംഗ് ഫാനിന്റെ കൈനറ്റിക് എനർജി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഇക്വേഷൻ വെച്ച് റെപ്രസെന്റ് ചെയ്യാം. കാരണം എന്താണ്, അതൊരു ഫിക്സഡ് ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് ഫിക്സഡ് ആക്സിസ് റൊട്ടേറ്റ് ചെയ്യുന്ന ബോഡീസിന്, ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ഓക്കെ, ഡെയിലി ലൈഫിൽ തന്നെ കാണുന്ന പല എന്തുണ്ട്, നമുക്ക് ഫിക്സഡ് ആക്സിസ് റൊട്ടേഷൻ ആണ് ചിലതൊക്കെ. അപ്പോൾ അതെല്ലാം റൊട്ടേഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് റൊട്ടേറ്റിംഗ് കൈനറ്റിക് എനർജി മാത്രം എടുത്താൽ മതി. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് റൊട്ടേഷണൽ റോളിംഗ് ബോഡി. അപ്പോൾ റോളിംഗ് എന്ന് വെച്ചാൽ എന്താണ്? റോളിംഗ്, റൊട്ടേഷൻ റോളിംഗ് രണ്ടാണ്. റൊട്ടേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫിക്സഡ് ആക്സിസ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക, അത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ റോളിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റൊട്ടേഷൻ പ്ലസ് ട്രാൻസ്ലേറ്ററി മോഷൻ ആണ്. ലേറ്ററി മോഷൻ ആണ് എന്ന് പറയുന്നത്, അതിന് നമ്മൾ റോളിംഗ് എന്ന് പറയും. ഉരുളുക, റോളിംഗ്. ഇപ്പോൾ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണെങ്കിൽ എന്ത് ചെയ്യുന്നു, ഒരു സ്പിയറോ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഉരുണ്ട് വരും. അതുപോലെ നമ്മുടെ വെഹിക്കിൾസിന്റെ ഒക്കെ ടയർ എന്താണ് ചെയ്യുന്നത്, റോൾ ചെയ്താണ് പോകുന്നത്. റോഡിൽ കൂടി എന്ത് ചെയ്യും, ഒരു ഫിക്സഡ് ആക്സിന് റൊട്ടേറ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്. അത് എന്ത് ചെയ്യുന്നു, റോളിംഗ് ചെയ്യുന്നുണ്ട്, വിത്ത് റെസ്പെക്ട് അതൊരു ലീനിയർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. അതായത് അറ്റ് റോളിംഗ് അല്ലെ റൊട്ടേറ്റിംഗ് ആൻഡ് ട്രാൻസ്ലേറ്റിംഗ് മോഷൻ, ലീനിയർ മോഷൻ കൂടി അവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പൊ ഇത്തരത്തിൽ വരുന്ന മോഷൻ നമ്മൾ എന്ത് പറയുന്നു, അത് അതിന്റെ കേസിൽ വരുന്ന റോളിംഗ് ബോഡീസിൽ വരുന്ന കൈനറ്റിക് എനർജിയാണ് നമുക്ക് അവിടെ ഡിറ്റർമിൻ ചെയ്യേണ്ടത്. നമുക്ക് ഇനി കൈനറ്റിക് എനർജി നോക്കാം. ദാറ്റ് ഈസ് ഇവിടെ റോളിംഗ് കാരണം, ഇതിപ്പോ ഒരു വീലാണ്, വീൽ റോളിംഗ് ചെയ്യാണെങ്കിൽ ഒരു വെലോസിറ്റി ഇങ്ങോട്ട് വരുന്നുണ്ട്, ഒരു റിയാക്ഷൻ ഫോഴ്സ് ഇങ്ങോട്ട് എന്ത് ചെയ്യുന്നു, നെഗറ്റീവ് വെലോസിറ്റി അവിടെ ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നു. ഒരു റിയാക്ഷൻ ഫോഴ്സ് ഇങ്ങോട്ട് ആക്ഷൻ ഫോഴ്സ് ഇങ്ങോട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. പ്ലസ് എന്തുണ്ട്, ഇതിനൊരു വെലോസിറ്റി ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു വെലോസിറ്റി ഉണ്ട്. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന വെലോസിറ്റി ഇതിന്റെ സബ്മേഷൻ ആണ്. ഈ രണ്ട് വെലോസിറ്റിയുടെയും സമ്മാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത്. കാരണം ഒന്ന് ഈ റൊട്ടേഷൻ മോഷൻ കാരണം. അത് നമുക്ക് എങ്ങനെ എഴുതാം, ദാറ്റ് ഈസ് ദ ടോട്ടൽ എനർജി ഓഫ് ദ സിസ്റ്റം വിച്ച് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം PCM സ്ക്വയർ, സെന്റർ ഓഫ് മാസ് വിത്ത് റെസ്പെക്ട് വരുന്ന വെലോസിറ്റി PCM സ്ക്വയർ പ്ലസ് ട്രാൻസ്ലേറ്ററി മോഷൻ കേസായി പ്ലസ് എന്തുണ്ട്, ഹാഫ് ഇൻറ്റു I ഒമേഗ സ്ക്വയർ. ഓക്കെ, ഇതാണ് നമുക്ക് അവിടെ കിട്ടുന്ന എനർജിയുടെ ഇക്വേഷൻ. അപ്പോൾ റോളിംഗ് ബോഡീസ് ആണെങ്കിൽ അവിടെ നമുക്ക് രണ്ട് കൈനറ്റിക് എനർജിയുടെ സബ്മേഷൻ ആയിട്ട് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഇതിലിപ്പോ നമുക്ക് ഐയുടെ വാല്യൂ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഐയുടെ വാല്യൂവിന് മാറ്റം വരാം. അതായത് നമ്മൾ എടുക്കുന്ന ബോഡി ഡിസ്ക് ആണെങ്കിൽ ഡിസ്കിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ വിത്ത് റെസ്പെക്ട് ടു സെന്റർ ഓഫ് മാസ്, ഡിസ്കിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കൊടുക്കുക. അടുത്ത് എടുക്കുന്ന സ്പിയർ ആണെങ്കിൽ എന്ത് ചെയ്യുക, സ്പിയറിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കൊടുക്കുക. അതായത് മൊമെന്റ് ഓരോ മെറ്റീരിയൽ മാറുന്നതനുസരിച്ച് എന്ത് ചെയ്യും, ആ റോളിംഗിന്റെ എനർജിയിൽ ചേഞ്ച് ഉണ്ടാവും. എനർജിയിൽ ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. ബട്ട് ഇവിടെ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി കേസ് ആവശ്യമില്ല. കാരണം എന്താണ്, മോഷനിലുള്ള ബോഡീസ് അല്ലേ, അതാണ് പൊട്ടൻഷ്യൽ എനർജി ടേംസ് ഇവിടെ എടുക്കാത്തത്. സോ ഐയുടെ വാല്യൂ എന്ത് ചെയ്യുന്നു, ഓരോ ഇൻസ്റ്റന്റിലും അല്ലെങ്കിൽ ഓരോ ബോഡീസ് അനുസരിച്ച് ഏത്
ഏത് ബോഡീസ് ആണ് യൂസ് ചെയ്യുന്നത് ആ ഒരു ബോഡിക്ക് അനുസരിച്ച് എന്ത് ചെയ്യാം ഈ ഒരു ഇക്വേഷനിൽ മാറ്റം വരാം. ഇപ്പോൾ എക്സാമിനേഷൻ ഇപ്പോൾ ഒരു പ്രോബ്ലം തന്നെ ചോദിക്കുകയാണ്, ഫൈൻഡ് ദ ടോട്ടൽ എനർജി ഓഫ് എ റോളിംഗ് സ്പിയർ. ഒരു സ്പിയർ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിൽ കൂടി റോൾ ചെയ്ത് വരുവാണ്, അല്ലെങ്കിൽ സ്ട്രൈറ്റ് ലൈൻ കൂടി റോൾ ചെയ്ത് വരുവാണ്. അതിന്റെ കണ്ടുപിടിക്കാൻ പറഞ്ഞ് എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ സ്പിയറിന്റെ ഡയമീറ്റർ, കാരണം ഡയമീറ്റർ ടാൻജൻഷ്യൽ അല്ല റോൾ ചെയ്യുന്ന ആ ഒരു ഫിഗർ ഒക്കെ ഒന്ന് ഓർക്കുക. ഒരു സ്പിയർ റോൾ ചെയ്യുന്നതിന്റെ ഡയമെട്രിക്കലി ആയിരിക്കും, ഇങ്ങനെ ഡയമീറ്റർ കൂടി എന്ത് ചെയ്യുന്നത് റോൾ ചെയ്ത് വരുന്നത്, അല്ല ടാൻജൻഷ്യലി റോൾ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ടാൻജൻഷ്യലി റൊട്ടേറ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ. ഡിസ്കിനായാലും അങ്ങനെ തന്നെയാണ്, ടാൻജൻഷ്യലി റൊട്ടേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, റൊട്ടേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, റോൾ ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, ആ ഒരു ഡയമെട്രിക്കലി ആയിരിക്കും എന്ത് ചെയ്യണം, അത് റോൾ ചെയ്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ സ്പിയറിന്റെ കേസ് ആണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും, സ്പിയറിന്റെ കേസ് യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ വിച്ച് ഈസ് ഈക്വൽ ടു I ഈക്വൽ ടു 2/5 mr². അതാണ് ഇവിടുത്തെ മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഇനി നമ്മളവിടെ എടുക്കുന്ന ഡിസ്ക് ആണെങ്കിൽ ഡിസ്കിന്റെ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, ഡിസ്കിന്റെ അതിന്റെ സെന്ററിൽ കൂടി ബൈപ്പാസ് ചെയ്ത് പോകുന്ന ആക്സിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ, ദാറ്റ് ഈസ് I is equal to m into r²/2. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഓരോ ബോഡീസിൽ, ഇനി സിലിണ്ടർ ആണെങ്കിൽ സിലിണ്ടറിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ, സിലിണ്ടറിന് ഡിസ്കിന് ഏകദേശം സെയിം അല്ലേ, കാരണം മാസിൽ മാത്രമേ വ്യത്യാസമുള്ളൂ, ക്യാപിറ്റൽ M ആയിട്ട് മാറും, ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. ആംഗുലാർ ഡിസ്ക് ആണെങ്കിൽ എന്ത് ചെയ്യും, ഇവിടെ നമുക്ക് r പ്ലസ് ക്യാപിറ്റൽ R⁴ അങ്ങനെ ഒരു ടേം വരും. ചേഞ്ച് ഉണ്ട് ഇവിടെ, നോക്കുക, അങ്ങനത്തെ ഒരു കേസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു മൊമെന്റോ നമ്മൾ പറഞ്ഞ റോളിംഗ് ബോഡിയുടെ കേസിൽ ഡിസ്കസ് ചെയ്യുള്ളത്, അവിടെ എനർജിയുടെ ഇക്വേഷൻ. കാരണം രണ്ട് എനർജിയും കൂടി കമ്പൈൻ ചെയ്ത് വരുന്നത്, അതാണ് മെയിൻ ആയിട്ടുള്ള വരുന്ന പോയിന്റ്. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് ഒരു റൊട്ടേഷൻ മോഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ടോർക്കാണ്. നമ്മൾ ഫോഴ്സ് നോർമൽ ലീനിയർ കേസിൽ നമ്മൾ ഫോഴ്സ് എന്ന് പറയുന്ന പോലെയാണ് റൊട്ടേറ്റിംഗ് ബോർഡ് കേസ് നമുക്ക് അവിടെ ടോർക്ക് വരുന്നത്. ടോർക്ക് ടോ എന്നോ ടി എന്നോ റെപ്രസെന്റ് ചെയ്യാം, ഒന്നുകിൽ ടി എന്ന് റെപ്രസെന്റ് ചെയ്യും, ഇല്ലെങ്കിൽ ഗ്രീക്ക് ലെറ്ററായി ടൗ, TAU, ടൗ, ഇങ്ങനെയായിരിക്കും എന്ത് ചെയ്യുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത്. രണ്ട് ടോർക്കിന്റെ റെപ്രസെന്റേഷൻ ആണ്. ചില ടെക്സ്റ്റ് ബുക്കുകളിൽ N എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു, N എന്നും ടോർക്കിനെയൊക്കെ റെപ്രസെന്റ് പല റെപ്രസെന്റേഷൻ കൊടുക്കും. മെയിൻലി യൂസ് ചെയ്യുന്ന ടോ ആണ്, നമ്മൾ 12th ഒക്കെ പഠിക്കുന്ന ടോ എന്നാണ്, ടി എന്ന് റെപ്രസെന്റ് ചെയ്യുക. അപ്പോൾ ടോർക്ക് എന്ന് വെച്ചാൽ എന്താണ്, ടോർക്ക് ഈസ് ദ ഫോഴ്സ് വിച്ച് ആക്ട് ഓൺ എ റൊട്ടേറ്റിംഗ് ബോഡി, അല്ലെങ്കിൽ റൊട്ടേറ്റിംഗ് ബോഡിയിൽ ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സ്, അല്ലെങ്കിൽ റൊട്ടേഷൻ മോഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ആവശ്യമായിട്ട് വരുന്ന ഫോഴ്സ് എന്ത് ചെയ്യുന്നത് ടോർക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു റൊട്ടേറ്റിംഗ് എഫക്ട് ഉണ്ടാക്കുന്ന ഫോഴ്സ് എന്ന് പറയാൻ പറ്റും. അതിന് എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു വാതിൽ തുറക്കുവാണ്, വാതിൽ നമ്മളിപ്പോൾ ചെവറിൽ ഇങ്ങനെ ഫിറ്റ് ചെയ്തിരിക്കുമല്ലോ, ഇവിടെ ഹിഞ്ചസ് കാണാം, വിജാഗിരി എന്ന് പറയും മലയാളത്തിൽ, ഹിഞ്ചസിലായിരിക്കും എന്ത് ചെയ്യുന്നത് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡോറ് ഈ ഒരു ഡയറക്ഷനിൽ തുറക്കാൻ നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈസിലി തുറക്കാൻ പറ്റും. ചെറിയൊരു വിരലോട് തള്ളിയാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഡോറിനെ ഓപ്പൺ ചെയ്യാൻ പറ്റും. ബട്ട് നമ്മൾ ഈ ഡയറക്ഷൻ മാറ്റിയിട്ട് ഈ വിജാഗിരി ഇരിക്കുന്ന ഭാഗത്തിന് ചെവറിന്റെ ആ ഒരു അറ്റത്ത് വെച്ച് നമ്മൾ തുറക്കാൻ നോക്കി എന്ത് ചെയ്യും, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് അത് തുറക്കാൻ വേണ്ടിയിട്ട്, ഈസിലി നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അതായത് ഇവിടെ നമുക്ക് എന്ത് വേണം, ടോർക്കിന്റെ ഇക്വേഷൻ ടോ ഈസ് ഈക്വൽ ടു R×F എന്നാണ് വരുന്നത്. അതായത് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഈ ഫോഴ്സ് കൊടുക്കുന്ന ഡിസ്റ്റൻസ് എന്തായിരിക്കണം, ഇവിടെ കൂടുതലായിരിക്കണം, കാരണം രണ്ടും ലീനിയർ റിലേഷൻ ആണ്, ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ്. R കൂടുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ കുറച്ച് ഫോഴ്സ് കൊടുത്താൽ മതി, ഇല്ല R കുറച്ച് കഴിഞ്ഞാൽ, ഇതാണ് കേട്ടോ ഡിസ്റ്റൻസ്, ഇതാണ് റൊട്ടേഷൻ ആക്സിസ് എങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇതാണ് എന്ത്, ആ ഒരു ഡിസ്റ്റൻസ്, ഇവിടെ വരുമ്പോൾ R കൂടുതലാണ്, R കൂടുതൽ. ബട്ട് ഇവിടെ കേസിൽ എന്താണ്, R കുറവാണ്. ആ ഒരു കേസിൽ R കുറവാണെങ്കിൽ എന്ത് ചെയ്യും, ടോർക്കും അവിടെ കുറവായിരിക്കും, അവിടെ നമുക്ക് ടോർക്ക് കുറവായിരിക്കും, നമ്മൾ അത്രയും ഫോഴ്സ് ഇവിടെ കൊടുക്കേണ്ടി എഫേർട്ട് കൊടുക്കേണ്ടി വരും. ഇല്ല നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, കുറച്ച് ഫോഴ്സ് കൊടുത്താൽ ആ ഒരു വർക്ക് നമുക്ക് അവിടെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ടോർക്കിന്റെ ടോ ഈസ് ഈക്വൽ ടു R×F, that the torque or moment of the force is the turning effect of a force about the axis of rotation. It is measured by the product of the magnitude of the force and the perpendicular distance between the line of action of force and the axis of rotation. Okay, ഈ ഒരു ഡെഫിനിഷൻ ആണ് ഞാൻ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ. ഒരു ആക്സ് ഓഫ് റൊട്ടേഷൻ എന്നുള്ള ആ ഒരു ഡിസ്റ്റൻസ് ആണ് എന്ത്, R എന്ന് പറയുന്നത്, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ആണ് F എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് നമുക്ക് അവിടെ എഫേർട്ട് കുറച്ച് കൊടുത്താൽ മതിയാവും. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ വലിയ സ്റ്റോൺ ഒക്കെ നമുക്ക് ഉരുട്ടി മാറ്റി നമ്മൾ എന്ത് ചെയ്യും, ഒരു അയൺ റോഡ് ഇങ്ങനെ യൂസ് ചെയ്യും. അപ്പോൾ അയൺ റോഡിന്റെ ലെങ്ത് കൂട്ടിക്കഴിഞ്ഞാൽ, ഒരുപാട് ലെങ്ത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈസിലി എത്ര ഭാരമുള്ള കല്ലുകളാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഉരുട്ടി മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന സ്ക്രൂ ഡ്രൈവേഴ്സ്, സ്ക്രൂ ഒക്കെ അഴിക്കാൻ യൂസ് ചെയ്യുന്ന സ്ക്രൂ ഡ്രൈവേഴ്സ്, ഇപ്പോൾ ഒരുപാട് മുറുകിയിരിക്കുന്ന സ്ക്രൂസ് ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം, നല്ല നീളമുള്ള സ്ക്രൂ ഡ്രൈവേഴ്സ് യൂസ് ചെയ്ത് പെട്ടെന്ന് അഴിച്ചെടുക്കാൻ പറ്റും. അതെല്ലാം എന്താണ്, ഈ ഒരു ടോർക്കിന്റെ ആപ്ലിക്കേഷൻ ആണ്. കാരണം അത് നമ്മൾ ചുറ്റുകയാണ് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു കറക്കുകയാണ് ചെയ്യുന്നത് സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട്. അതെന്ത് ചെയ്യുന്നു, നമുക്ക് ഫോഴ്സ് നമ്മൾ റൊട്ടേറ്റിംഗ് എഫക്റ്റിലാണ് ഇങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ലെങ്ത് കൂടുന്നതനുസരിച്ച് അത്രയും ചെറിയ ഫോഴ്സ് നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും, അത് നമുക്ക് ഈസിലി ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ടോർക്കുമായിട്ടുള്ള റിലേഷൻ. ഇനി ഈ ടോർക്കിന് ഒരു കാര്യം പറയാനുണ്ട്, ദാറ്റ് ഈസ് R×F എന്നാണ് ഇതിന്റെ ഇക്വേഷൻ വരുന്നത്. ഈ ക്രോസ് പ്രോഡക്റ്റ് എന്താണ്, ക്രോസ് പ്രോഡക്റ്റ് എപ്പോഴും അവിടെ നമുക്ക് സൈൻ തീറ്റയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്.
സൈൻ തീറ്റ. ഡോട്ട് പ്രോഡക്റ്റ് ആണെങ്കിൽ അത് അവിടെ ഡോട്ട് പ്രോഡക്റ്റ് ആണെങ്കിൽ കോസ് തീറ്റ കമ്പോണന്റ് ആയിരിക്കും, കോസ് തീറ്റ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ദാറ്റ് ഈസ് ടോർക്ക് ഈക്വൽ ടു ആർ എഫ് സൈൻ തീറ്റ എന്ന് എഴുതാം. ഈ തീറ്റാസിന് കുറച്ച് വാല്യൂസ് കൊടുക്കാം. അപ്പോൾ തീറ്റ 0 ആവുകയാണെങ്കിൽ, തീറ്റ 0 ആണെങ്കിൽ സൈൻ 0 ആയിരിക്കും. സൈൻ 0 എന്താണ്, സൈൻ 0 ആണ്. ഇവിടെ എന്ത് ചെയ്യത്തില്ല, ടോർക്ക് ആക്ട് ചെയ്യത്തില്ല. അപ്പോൾ ടോർക്ക് ആക്ട് ചെയ്യാൻ എന്ത് വേണം, ആംഗിൾ വേരിയേഷൻ കൂടി വേണം. അപ്പോൾ നമ്മൾ ആംഗിൾ വേരിയേഷൻ കാണിക്കാൻ വേണ്ടി ഞാൻ ഒരു കോർഡിനേറ്റ് സിസ്റ്റം വരയ്ക്കുവാണ്. ഈ ഒരു കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഈ ഒരു ഡയറക്ഷൻ ഇസഡ് ഡയറക്ഷനിലോട്ടായിരിക്കും ടോർക്ക് ആക്ട് ചെയ്യപ്പെടുന്നത്. ദെൻ ഇവിടെ ഇതാണ് ഡിസ്റ്റൻസ്. നമ്മൾ ഇവിടുത്തെ ഈ ഒരു പോയിന്റിലാണ് ഞാൻ ഫോഴ്സ് കൊടുത്തത്. ഈ ഒരു ഡയറക്ഷനിലോട്ട് ഞാൻ എന്ത് ചെയ്തു, ഫോഴ്സ് ഇങ്ങനെ അപ്ലൈ ചെയ്തു. ഇത് ഫോഴ്സ്, ഇത് ഡിസ്റ്റൻസ്. അപ്പോൾ ഈ ഒരു ഡയറക്ഷനിൽ ഇതിവിടെ നമുക്ക് എക്സ് ആക്സിസും ഇത് ഒ ആക്സിസും, ഇത് ഇവിടുത്തെ ഇസഡ് ആക്സിസും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഈ ഒരു ഡിസ്റ്റൻസ് ആർ ഡിസ്റ്റൻസ് ഞാൻ ഫോഴ്സ് ഇങ്ങനെ അപ്ലൈ ചെയ്തു. ഇങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ടോർക്ക് എന്ത് ചെയ്യും, നമുക്ക് ഈ ഒരു ഡയറക്ഷൻ അപ്വേർഡ് ഡയറക്ഷനിലായിരിക്കും ടോർക്ക് കിട്ടുന്നത്. ടോർക്ക് ഈ ഒരു ഡയറക്ഷനിലായിരിക്കും കിട്ടുന്നത്. ഇസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ് എന്നായിരിക്കും നമുക്ക് അവിടെ കിട്ടുന്നത്. അപ്പോൾ ഇത് നമുക്ക് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യൂസ് ചെയ്താണ് നമ്മൾ ഇത് എടുക്കുന്നത്. അതായത് നമ്മളിപ്പോ ഈ ഫോഴ്സിന്റെ ഡയറക്ഷനിലോട്ട് ഒന്നുകിൽ ഇങ്ങോട്ടോ അല്ലെങ്കിൽ ഈ ഒരു ഡയറക്ഷനിലോട്ടോ, ഫോഴ്സിന്റെ ഡയറക്ഷനിലോട്ട് നമ്മുടെ തമ്പ് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡൊക്കെ പഠിക്കുന്ന പോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇതിന്റെ ഡയറക്ഷൻ മുകളിലോട്ടാണ് കിട്ടും. കറക്റ്റ് മുകളിലോട്ട് വരുന്നതെങ്കിൽ ഈ ഫോഴ്സ് ഇങ്ങോട്ട് വരണം കേട്ടോ. ടെക്സ്റ്റ് തിരിച്ചാണ് വരച്ചിരിക്കുന്നത്. അവര് നിങ്ങളുടെ സിലബസിൽ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഒന്നും പറയുന്നില്ല. ചില സിലബസുകളിൽ എന്ത് ചെയ്യുന്നു, കേരളത്തിൽ ചില സിലബസുകളിലൊക്കെ അവർ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ കൂടി പഠിപ്പിക്കുന്നുണ്ട് S1. ബട്ട് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എഫിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ട് വരണം, ഈ ഒരു ഡയറക്ഷനിലോട്ട്. നിങ്ങൾ ടെക്സ്റ്റിൽ അത് തിരിച്ച് റഫായിട്ട് വരയ്ക്കുന്നതാണ്. തിരിച്ച് ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ബാക്കി ഫിംഗേഴ്സ് എല്ലാം ഈ ഒരു ഫോഴ്സിന്റെ ഡയറക്ഷനിലോട്ടും, അല്ല റൈറ്റ് ഹാൻഡ് അല്ലേ വരുന്നത്, തിരിച്ചാണ്. ഓക്കെ സോറി, എനിക്ക് മിസ്റ്റേക്ക് പറ്റി. റൈറ്റ് ഹാൻഡ് ഞാൻ ലെഫ്റ്റ് ഹാൻഡ് എന്നാണ് ഓർത്തത്. അപ്പോൾ റൈറ്റ് ഹാൻഡ് വെക്കുമ്പോൾ നമ്മുടെ എല്ലാ ഫിംഗേഴ്സും എന്ത് ചെയ്യുന്നു, 4 ഫിംഗേഴ്സും ഈ ഒരു ഡയറക്ഷനിലോട്ട് ഇങ്ങനെ വരും. 4 ഫിംഗേഴ്സും ഈ ഒരു ഡയറക്ഷനിലോട്ട് വരും. നമ്മുടെ തമ്പ് എന്ത് ചെയ്യും, മുകളിലോട്ടിരിക്കും. ഇങ്ങനെ തമ്പ് മുകളിലോട്ടിരിക്കും. അപ്പൊ ആ ഒരു സമയത്ത് എന്ത് ചെയ്യുന്നു, ഈ 4 ഫിംഗേഴ്സ് 4 ഫിംഗേഴ്സും കാണിക്കുന്ന നമ്മുടെ ഫോഴ്സിന്റെ ഡയറക്ഷനാണ്, ഈ ഒരു ഫോഴ്സിന്റെ ഡയറക്ഷൻ. ആൻഡ് നമ്മുടെ ഈ ഒരു തമ്പ് കാണിക്കുന്ന ഏതാണ്, തമ്പ് കാണിക്കുന്ന ഈ ഒരു ടോർക്കിന്റെ ഡയറക്ഷനാണ്. ഇനി ഞാൻ പറഞ്ഞ പോലെ ഇൻ കേസ് ഈ ഫോഴ്സ് തിരിച്ചു വരുവാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ഡൗൺവേർഡിലോട്ടായിരിക്കും കാണിക്കേണ്ടത് തമ്പ്. ഓക്കെ, നമ്മൾ ഡൗൺവേർഡ്, അതായത് ഫോഴ്സ് ഈ ടോർക്ക് എന്ത് ചെയ്യും, ഡൗൺവേർഡ് ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പോൾ തീറ്റ 0 ആകുമ്പോൾ ഇവിടുത്തെ ആംഗിൾ തീറ്റ 0 ആകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസും ഫോഴ്സും തമ്മിലുള്ള ആംഗിൾ, ഈ ഒരു തീറ്റ ആംഗിൾ 0 ആകുമ്പോൾ നമുക്ക് ഫോഴ്സ് കിട്ടത്തില്ല, ഈ ഒരു ഡയറക്ഷൻ 0. ഇനി മാക്സിമം ടോർക്ക് കിട്ടാൻ എന്തായിരിക്കണം, ദാറ്റ് ഈസ് തീറ്റയുടെ വാല്യൂ നമുക്ക് അവിടെ 90 ഡിഗ്രിയിലാണ് മാക്സിമം ടോർക്ക് കിട്ടുക. കാരണം സൈൻ 90 ആണ് മാക്സിമം വാല്യൂ 1 കിട്ടുന്നത്. ദാറ്റ് ഈസ് ആർ ക്രോസ് എഫ് എന്ന് നമുക്ക്, അല്ലെങ്കിൽ ആർ എഫ് എന്ന് നമുക്ക് ഇവിടെ കിട്ടും. ഇതാണ് ടോർക്കുമായിട്ടുള്ള റിലേഷൻ. ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്ലൈ വീലിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ അറിയാമല്ലോ. ഇപ്പോൾ ഫ്ലൈ വീൽ എന്ന് വെച്ചാൽ എന്താണ്, ഒരു മാസീവ് ആയിട്ടുള്ള ഡിസ്ക് ആണ്. അപ്പോൾ ഒരു ഡിസ്ക് നമ്മൾ ഒരു ആക്സിൽ എന്ത് ചെയ്യുന്നു, ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്രീലി റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു വലുതായിട്ട് ഫ്രിക്ഷൻ ആക്ട് ചെയ്ത രീതിയിലായിരിക്കും നമ്മൾ അവിടെ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഹെവിലി മാസ് കാരണം എന്ത് ചെയ്യുന്നു, അതിന് ആ ഒരു റൊട്ടേഷൻ എനർജി ഇങ്ങനെ അറ്റൈൻ ചെയ്ത് ഒരുപാട് സമയം അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. കാരണം സെന്റർ ഓഫ് മാസിൽ കൂടിയാണ് ആ ഒരു ആക്സിൽ നമ്മൾ അവിടെ വിടുന്നത്, ആക്സിൽ ബൈപ്പാസ് ചെയ്ത് വിടുന്നത്. ആ ഒരു സിസ്റ്റത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഫ്ലൈ വീൽ ഹോൾ ആയിട്ട് നമ്മൾ ഹാങ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. ഈ ഫ്ലൈ വീൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉള്ളതാണ്. ഇപ്പൊ നമ്മൾ പ്രാക്ടിക്കൽ സൈഡിൽ നോക്കുമ്പോൾ നമുക്ക് പ്രാക്ടിക്കൽ ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന അപ്പാരറ്റസ്. ബട്ട് അങ്ങനെയല്ല, ഫ്ലൈ വീൽ നമുക്ക് ആ ഒരു വെഹിക്കിൾസിന്റെ ഒക്കെ എഞ്ചിന്റെ റണ്ണിങ് സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ടും, അതുപോലെ നമ്മുടെ പവർ സ്റ്റോർ ചെയ്യാനായിട്ട്, അതായത് ഇപ്പോൾ ഓരോ എഞ്ചിൻസ് ഓരോ സ്ട്രോക്ക് ആയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, പൾസസ് പോലെയാണ് നമുക്ക് ആ ഒരു പവർ തരുന്നത്. ബട്ട് ആ പവർ നമുക്ക് ആ ഒരു സ്ട്രോക്ക് വെച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, വെഹിക്കിളിന്റെ വീൽ ഡയറക്റ്റ് കൊടുക്കാൻ പറ്റില്ല. കാരണം ഒരു ജെർക്കിംഗ് ഉണ്ടാവും. അപ്പൊ ആ ജെർക്കിംഗ് ഒക്കെ മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, നമ്മളവിടെ ഫ്ലൈ വീൽസ് വെക്കുന്നുണ്ട്. എല്ലാ വെഹിക്കിൾസിനും ഫ്ലൈ വീൽസ് അവിടെ വരും. ഓക്കെ, ഒരുപാട് പഴക്കമുള്ള വണ്ടികളാണെങ്കിൽ എന്ത് ചെയ്യും, നല്ല വലുതായിട്ടുള്ള ഹെവി മാസുള്ള ഫ്ലൈ വീൽസ് അവിടെ യൂസ് ചെയ്യാറുണ്ട് സ്മൂത്തനിങ്ങിന് വേണ്ടി, ആ ഒരു എഞ്ചിന്റെ സ്ട്രോക്ക് അത്രയും വീൽസ് അഫക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ ജനറേറ്റേഴ്സ്, ഇലക്ട്രിക് ജനറേറ്റേഴ്സിൽ, AC ജനറേറ്റേഴ്സിലൊക്കെ നമ്മൾ നോക്കിയാൽ അറിയാം, ബാക്കിലോട്ട് വരുന്ന ഭാഗത്തായിട്ട് ഒരു വലിയൊരു ഡിസ്ക് ഇരിക്കുന്നതാണ്. അതാണ് ഫ്ലൈ വീൽ എന്ന് പറയുന്നത്. അതും എന്ത് ചെയ്യാണ്, ഈ ഒരു എഞ്ചിന്റെ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് ആ ഒരു റൊട്ടേഷൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നത്, ഒരു ഫ്ലൈ വീൽ അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിലൊരു ആപ്ലിക്കേഷൻ ആയിട്ട് നമ്മളവിടെ ഒരു അപ്പാരറ്റസ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ജസ്റ്റ് ആ ഒരു ഫ്ലൈ വീലിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഫ്ലൈ വീല്, ലെറ്റ് us consider a ഫ്ലൈ വീൽ, heavy wheel with a long cylindrical axle passing through its center. അപ്പോൾ സെന്ററിൽ കൂടി ഒരു ആക്സിൽ പാസ് ചെയ്ത് പോകുന്ന ഒരു ഫ്ലൈ വീല് നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ,
ഇതൊരു ഫ്ലൈ വീൽ എന്ന് കൺസിഡർ ചെയ്യുക. സെൻട്രിൽ കൂടി ഇങ്ങനെ ഒരു ആക്സിൽ പാസ് ചെയ്ത് പോകുന്നു. ദെൻ നമ്മളിവിടെ എന്ത് ചെയ്യും, ഒരു കോഡ് ഇങ്ങനെ വൗണ്ട് ചെയ്തിട്ടിരിക്കും, ഒരു കോഡ്. ദെൻ അതിലായിരിക്കും നമ്മളൊരു മാസ് എം അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, മാസ് എം. അപ്പോൾ ഈ ഗ്രൗണ്ടിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യും, മറ്റേ ഹൈറ്റ് ഹെച്ചിലായിരിക്കും മാസ് ആദ്യം ഇടുന്നത്. അതിനുശേഷം നമ്മളത് റൊട്ടേഷൻ സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ എത്ര നമുക്ക് കൗണ്ട് ചെയ്ത് വയ്ക്കും. ഇവിടെ ഒരു പോയിന്ററും കാണും, നമുക്ക് ഒരു പോയിന്റർ ഇവിടെ കാണും ഇതിന്റെ റൊട്ടേഷൻ മാർക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന അപ്പാരറ്റസിൽ വരുന്ന അറേഞ്ച്മെന്റ്സ്. അപ്പോൾ ഈ ഒരു കേസിൽ ദ ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവിടെ ടോട്ടൽ വർക്ക് ഡൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബോഡി റെസ്റ്റിലിരിക്കുകയാണ്. അപ്പോൾ റെസ്റ്റിലിരിക്കുന്ന ബോഡിയാണ് മോഷനിലോട്ട് മാറുന്നത്. അതായത് നമ്മളിപ്പോൾ ഇങ്ങനെ വൗണ്ട് ചെയ്ത് നിർത്തി റെസ്റ്റിൽ വെച്ചേക്കും. ഇത്രയാണ് ചുറ്റി, ഇപ്പോൾ 4 ചുറ്റോ 5 ചുറ്റോ വെച്ചിട്ട് എന്ത് ചെയ്യും, റെസ്റ്റിൽ വെച്ചേക്കും. ആ റെസ്റ്റിലിരിക്കുന്ന ബോഡിയാണ് എന്ത് ചെയ്യുന്നത്, പിന്നീട് ഒരു മോഷൻ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വരുന്നത്. അതായത് അവിടുത്തെ റെസ്റ്റിലിരിക്കുന്ന സമയത്ത് അതിന്റെ പൊട്ടൻഷ്യൽ എനർജി, അതായത് ഹൈറ്റ് കാരണം കിട്ടുന്ന പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു mgh ആണ്. ഓക്കെ, അപ്പോൾ ഈ mgh ആയിരിക്കുന്ന ഈ ഒരു പൊട്ടൻഷ്യൽ എനർജി, ഓക്കെ, പൊട്ടൻഷ്യൽ എനർജി എന്തിട്ട് മാറുന്നുണ്ട്, അതവിടെ നമുക്ക് ഫസ്റ്റ് ഒന്നിന്റെ റൊട്ടേഷൻ മോഷനിലോട്ട്, റൊട്ടേഷൻ മോഷൻ കാരണം എന്ത് ചെയ്യുന്നു, ഒരു കൈനറ്റിക് എനർജി, റൊട്ടേഷൻ മോഷനുള്ള കൈനറ്റിക് എനർജി ഹാഫ് എം വരത്തില്ല, ഹാഫ് ഐ ഒമേഗ സ്ക്വയർ, ഹാഫ് ഐ ഒമേഗ സ്ക്വയർ ടേമിലോട്ട് മാറുന്നുണ്ട്. അടുത്തൊരു ടേം ഏതാ വരുന്നത്, നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് ഇവിടെ ഇതൊരു ലീനിയർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യും. നമ്മളിപ്പോൾ അറ്റാച്ച് ചെയ്യുന്ന ഈ മാസ് എന്ത് ചെയ്യുന്നു, ഒരു ലീനിയർ മോഷൻ ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് താഴോട്ട് വരുവാണ്. ഓക്കെ, അത് ഈ ഒരു മാസിന്റെ കേസാണ്. മാസിന്റെ കേസിലുള്ളതാണ് അടുത്ത കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു എം വി സ്ക്വയർ. ഇവിടെ നേരത്തെ നമ്മൾ ആ പഠിച്ചൊരു കൺസെപ്റ്റ് എടുക്കല്, റോളിംഗ് ബോഡീസിന്റെ കേസ് എടുക്കല്. ഇവിടെ റോളിംഗ് എന്നുള്ളത് സംഭവിക്കുന്നത് ഇവിടെ എന്താണ്, ആ ലീനിയർ മോഷന്റെ കേസ് വെച്ചാൽ ഈ മാസ് താഴോട്ട് വരുന്നത്. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത സമയം ശ്രദ്ധിച്ചാണ്, മാസ് ഇങ്ങനെ ലിഫ്റ്റ് നിന്ന് വരുന്ന പോലെ താഴോട്ട് ഇറങ്ങി വരും. അപ്പൊ അതിനാണ് എന്ത് ചെയ്യുന്നത്, ഹാഫ് എം വി സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലൈ വീലിന്റെ മാസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫ്ലൈ വീലിന്റെ മാസ് ആ ഒരു ഇനർഷ്യ ടേംസിനകത്തുള്ളത് കേട്ടോ, ഇനർഷ്യ ടേമിനകത്താണ് ഫ്ലൈ വീലിന്റെ മാസ് വരുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇവിടെ ഒരു ചേഞ്ച് കൂടി ഉണ്ട്. കാരണം ഇത് ഫ്രിക്ഷൻ കാണും. ഈ ഒരു സർഫസ് നമ്മൾ ഇവിടെ ബോൾ ബെയറിംഗിലാണ് വെക്കുന്നതെങ്കിലും എന്ത് ചെയ്യുന്നു, ഒരു ആക്സിൽ അല്ലെങ്കിൽ ഒരു ഫ്രിക്ഷൻ എലമെന്റ് കാണും. അപ്പോൾ ഫ്രിക്ഷൻ എലമെന്റിന്റെ ടേം കൂടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മളവിടെ ഇൻക്ലൂഡ് ചെയ്യണം. ദാറ്റ് ഈസ് ദ വർക്ക് ഡൺ against the friction per rotation of the wheel be 1 into W. ഫ്രിക്ഷൻ എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന വർക്ക് ഡൺ. നമുക്ക് ഇതിൽ നിന്ന് എന്ത് ചെയ്യാം, ഈ 2 എല്ലാം കൂടി ഇങ്ങോട്ട് മാറ്റാം. ഇവിടെ 2 മൾട്ടിപ്ലൈ ചെയ്യാം മൊത്തത്തിൽ. ദാറ്റ് ഈസ് 2 mgh ഈക്വൽ ടു, നമുക്ക് മൊമെന്റ് ഓഫ് ഇനർഷ്യ ടേംസിലോട്ട് മാറ്റണം. ഓക്കെ, അതിനാണ് നമ്മളിത് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്, ഈ ഒരു ഇക്വേഷൻ ഒന്ന് മോഡിഫൈ ചെയ്ത് വരുന്നത്. ദാറ്റ് ഈസ് 2 mgh ഈക്വൽ ടു I ഒമേഗ സ്ക്വയർ പ്ലസ് എം വി സ്ക്വയർ പ്ലസ് 2 n1 w എന്നായിട്ട് മാറും. ഓക്കെ, ഇതാണ് നമുക്ക് അവിടെ കിട്ടുന്ന പൊട്ടൻഷ്യൽ എനർജി ടേം. നമ്മൾ റീഅറേഞ്ച് ചെയ്തു. ഇനി വേർ ഒമേഗ ഈസ് ദ ആംഗുലർ വെലോസിറ്റി ഓഫ് ദ ഫ്ലൈ വീൽ ആൻഡ് ദ when flywheel make n2 rotation before coming to rest. റെസ്റ്റിൽ എത്തുന്നതിന് മുമ്പ് ഈ n1 എന്ന് പറയുന്നതുണ്ടല്ലോ, നമ്മൾ അവിടെ വൗണ്ട് ചെയ്ത് വെക്കുന്ന നമ്പറാണ്. നമ്മൾ ആ ഒരു സ്ട്രിങ്ങിൽ നമ്മൾ വൗണ്ട് ചെയ്ത് വെക്കും എത്രത്തോളം ആണെന്നുള്ളത് ആ ഒരു കോഡിൽ. അപ്പൊ അതാണ് n1 എന്ന് പറയുന്നത്. ഇനി n2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റൊട്ടേഷന് മുന്നേ എത്ര പ്രാവശ്യം കറങ്ങുന്നു, ഫ്ലൈ വീൽ സ്വന്തമായിട്ട് എത്ര പ്രാവശ്യം കറങ്ങുന്നു എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, ആ n2 കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ n1 നമ്മൾ ചുറ്റുന്നതാണ് കേട്ടോ, ചുറ്റുന്നത്. n2 ഈ ഫ്ലൈ വീല് കറങ്ങുന്ന കേസാണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക n1 n2 എന്താണെന്നുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഫ്രിക്ഷൻ കാരണം നമുക്ക് ആ ഒരു n1 ടൈംസ് ഫ്രിക്ഷൻ അവിടെ ഉണ്ടാവുന്നു. ബാക്കി അത് ഇറ്റ്സെൽഫ് ആണ് കറങ്ങുന്നത്. ഓക്കെ, ആ ഒരു കേസ് ദാറ്റ് ഈസ് നമുക്ക് ഇങ്ങനെ അതിനൊരു ഈ ഹാഫ് ഐ ഒമേഗ സ്ക്വയർ, ഹാഫ് ഐ ഒമേഗ സ്ക്വയർ അവിടുത്തെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഇവിടെ n2 ടൈംസ് റൊട്ടേറ്റ് എന്ത് ചെയ്യുന്നു, ഫ്രിക്ഷൻ ആയിട്ട് മാറുന്നു. ഓക്കെ, ഫസ്റ്റ് കേസ് നമ്മൾ ആ കറങ്ങുന്ന ഇറ്റ്സെൽഫ് കറങ്ങുന്ന കാരണം നമ്മൾ ചുറ്റുന്ന കേസിൽ കറങ്ങുന്നതുകൊണ്ടാണ് n1 ടൈംസ് എന്ത് കിട്ടുന്നത്, ആ ഒരു ഫ്രിക്ഷൻ കിട്ടുന്നത്. സെക്കൻഡ് കേസിൽ എന്ത് ചെയ്യുന്നു, അത് കറങ്ങുന്ന സമയത്തുള്ളത് കൈനറ്റിക് എനർജി ആയിട്ട് ഇക്വേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ദാറ്റ് ഈസ് ഹാഫ് ഐ ഒമേഗ സ്ക്വയർ ഈക്വൽ ടു n സ്ക്വയർ w എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇതിൽ നിന്ന് w മാറ്റുക, വർക്ക് ഡൺ എഗെയിൻസ്റ്റ് ഫ്രിക്ഷൻ w is equal to I ഒമേഗ സ്ക്വയർ ബൈ ഇങ്ങോട്ട് വരും 2 n2 എന്നായിട്ട് മാറും. അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷന് മുകളിലത്തെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഈ ഡബ്ല്യൂവിന്റെ സ്ഥാനത്ത്. അപ്പോൾ നമുക്ക് എല്ലാ ടേമും ഐ ഒമേഗയുടെ ടേംസിലോട്ട് മാറ്റാൻ പറ്റും, അല്ലെങ്കിൽ മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെയും വെലോസിറ്റിയുടെ ടേംസിലോട്ട് മാറ്റാൻ പറ്റും. അതാണ് ചെയ്യുന്നത്. ഇതിനൊന്ന് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2mgh ഈക്വൽ ടു I ഒമേഗ സ്ക്വയർ പ്ലസ് എം വി സ്ക്വയർ
പ്ലസ് 2n1 I ഒമേഗ സ്ക്വയർ ബൈ 2n2 എന്നായിട്ട് മാറും. ഇതാണ് അവിടുത്തെ റിലേഷൻ എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഒന്നുകൂടി ഒന്ന് റീഅറേഞ്ച് എടുക്കാം. റീഅറേഞ്ച് ചെയ്യുന്നത് where 2mgh minus mv square equal to I omega square into ഇവിടെ I omega square ഉണ്ട്, ഇവിടെ I omega square ഉണ്ട്. കോമൺലി ഔട്ട് സൈഡ് എടുത്താണ് I omega square തന്നത്. എന്തായി മാറും? 1 plus n1 by n2. n1 by n2 ആ റൊട്ടേഷൻ കേസ് ആണെന്ന് ഓർക്കുക കേട്ടോ. ഫസ്റ്റ് നമ്മൾ ചുറ്റുന്ന ടൈംസ് ആണ് n1, മറ്റേ കറങ്ങുന്നതാണ് n2 എന്ന് പറയുന്നത്. ഇനി നമുക്ക് പിക്ക് പകരം r ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കാമല്ലോ. v is equal to r ഒമേഗ. കാരണം നമുക്ക് ഇപ്പൊ ഈ ഒരു ലീനിയർ വെലോസിറ്റി മാത്രം കിടന്നു കഴിഞ്ഞാൽ ലീനിയർ വെലോസിറ്റി കണ്ടെത്താൻ പാടായിരിക്കും. ഇവിടെ നിന്ന് നമുക്ക് ടേംസ് എന്തൊട്ട് മാറ്റാം? ആ ഒരു വെലോസിറ്റി നമുക്ക് r ഒമേഗ ടേംസിലോട്ട് മാറ്റി കഴിഞ്ഞാൽ r നമുക്ക് ആ ആക്സിലിന്റെ റേഡിയസിലോട്ട് മാറ്റാൻ പറ്റും. ആ ഒരു ഡിസ്റ്റൻസ്, ഓക്കെ, ആ ഒരു ഡിസ്റ്റൻസ് നമുക്ക് ആക്സിലിന്റെ റേഡിയസിലോട്ട് മാറ്റാൻ പറ്റും. അതാണ് എന്ത് ചെയ്യുന്നത്? ഞാൻ നെക്സ്റ്റ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ് ഞാൻ ഇവിടെ കൊടുക്കുന്നത് ദാറ്റ് ഈസ് v is equal to r ഒമേഗ. കണ്ടോ, ഇതാണ് v ടേം. ഇവിടെ എന്ത് ചെയ്യും? r ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ എന്ത് കിട്ടും? 2mgh minus m r square omega square equal to I omega square into 1 plus n1 by n2 എന്ന് കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് നമുക്ക് ഇവിടെ വേറൊരു കണ്ടീഷൻ കൂടി എടുക്കാൻ പറ്റും. അതായത് ഈ ഒരു ഫ്ലൈവീലിന്റെ കേസിൽ ഇതിന്റെ ആവറേജ് കൈനറ്റിക് എനർജി എന്ത് ചെയ്യാം? ആവറേജ് വെലോസിറ്റി, കൈനറ്റിക് എനർജി അല്ല, വെലോസിറ്റി എന്ത് ചെയ്യാൻ പറ്റും? ആവറേജ് വെലോസിറ്റി നമുക്ക് അവിടെ 0 ആയി. കാരണം ഇനിഷ്യലി അത് റെസ്റ്റിലായിരുന്നു, ഫൈനൽ റെസ്റ്റ് സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ. ഓക്കെ, ആവറേജ് കൈനറ്റിക് എനർജി സം ഓഫ് ഫസ്റ്റ് സ്റ്റാർട്ടിംഗിൽ കൈനറ്റിക് എനർജി, ലാസ്റ്റ് എൻഡിംഗിൽ കൈനറ്റിക് എനർജിയാണ്. അപ്പോൾ സ്റ്റാർട്ടിംഗ് അവിടെ കൈനറ്റിക് എനർജി 0 ആയിരുന്നു. അപ്പോൾ ആവറേജ് കൈനറ്റിക് നമ്മൾ സം ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ദാറ്റ് ഈസ് ഒമേഗ പ്ലസ് 0/2 എന്ന് കിട്ടത്തുള്ളൂ. കാരണം സ്റ്റാർട്ടിംഗിൽ എന്തില്ല? കൈനറ്റിക് എനർജി ഇല്ല, സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ലാസ്റ്റ് എൻഡ് ചെയ്യുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്? ഒമേഗ ആംഗുലർ വെലോസിറ്റിയിൽ അത് റൺ ചെയ്യുന്നത്. ആംഗുലർ വെലോസിറ്റി, ആവറേജ് വെലോസിറ്റി നമുക്ക് അവിടെ ഒമേഗ പ്ലസ് ഒമേഗ 0/2 എന്ന് കിട്ടും. ഇനി അറ്റ് എ ടൈം ടിയിൽ ഇത് എത്ര സമയം റൊട്ടേറ്റ് ചെയ്യുന്നു? അറ്റ് എ ടൈം ടിയിലാണ് അത് n2 റൊട്ടേഷൻ നടത്തുന്നത്. നമ്മൾ അതാണ് ടൈം പീരീഡ് നോക്കുന്നത്. ആ ഒരു കേസിൽ നമുക്ക് എന്താ പറയുക? ആ ഒരു n2 ടൈംസ് അത് റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോൾ ആവറേജ് വെലോസിറ്റി വിച്ച് ഈസ് ഈക്വൽ ടു 2 pi n2 by t. ആവറേജ് ടൈം പീരീഡ് എന്ത് ചെയ്യുന്നു? അത്രയും സമയം അത് റൊട്ടേഷൻ അവിടെ നടത്തുന്നുണ്ട്. അപ്പോൾ റീഅറേഞ്ച് ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും? ദാറ്റ് ഈസ് ഒമേഗയുടെ വാല്യൂ കിട്ടും. ഒമേഗ ഈക്വൽ ടു 2 into 4 pi n2 by t എന്ന് കിട്ടും. ഇതാണ് നമുക്ക് ഒമേഗയുടെ വാല്യൂ കിട്ടുന്നത്. അപ്പോൾ ഒമേഗയുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഒമേഗയുടെ വാല്യൂ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. രണ്ടിടത്ത് ഒമേഗ ഉണ്ട്, ഒമേഗയുടെ സ്ക്വയർ എടുക്കണം. അപ്പോൾ ഒമേഗയുടെ സ്ക്വയർ ഒക്കെ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുന്ന ഇക്വേഷൻ എഴുതാം. ദാറ്റ് ഈസ് 2mgh മൈനസ് m ഉണ്ട്, m r സ്ക്വയർ, അടുത്ത് എന്ത് വരും? ഒമേഗയുടെ സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് 4 സ്ക്വയർ 16, then pi സ്ക്വയർ, then n2 സ്ക്വയർ by t സ്ക്വയർ എന്നിട്ട് ബൈ t സ്ക്വയർ. ഇതുപോലെ ടേം എന്ത് ചെയ്യും? ഇതേപോലത്തെ ഒരു ടേം തന്നെ നമുക്ക് ഇവിടെ ഒമേഗയുടെ സ്ക്വയറിലൂടെയും വരും. ഈ ഒരു ടേമിലൂടെ ഐയുടെ ടേംസ് എന്ത് ചെയ്യും? ഇതേപോലത്തെ ഒരു ഇക്വേഷൻ തന്നെ അവിടെ നമുക്ക് വരുന്നുണ്ട്. is equal to I into 16 pi square n2 square by t square into 1 plus n1 by n2 കിട്ടും. ഇതാണ് റിലേഷൻ. ഇനി നമുക്കൊരു സിംപ്ലിഫിക്കേഷൻ ആയിട്ട് ഞാൻ ഈ ഒരു ഇക്വേഷൻ മൊത്തത്തിൽ ടി സ്ക്വയർ ബൈ 2 കൊണ്ട് എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ടി സ്ക്വയർ എല്ലാം ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്ത് സിംപ്ലിഫൈ ശേഷം നമുക്ക് അവിടെ കിട്ടുന്ന ഉത്തരമാണ് ദാറ്റ് ഈസ് I is equal to m by n1 plus n2 into GHT square by 8 pi square n2 minus n2 r square എന്ന് കിട്ടും. ഇതാണ് നമുക്ക് അവിടെ കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ആണ് ഈ ഒരു ഇക്വേഷൻ, മൂവ്മെന്റ് ഓഫ് ഇനർഷ്യയുടെ ഇക്വേഷൻ. ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫ്ലൈവീലിന്റെ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എക്സ്പെരിമെന്റ് പ്രൊസീജിയർ ഒക്കെ അറിയായിരിക്കും തോന്നുന്നു. ഓക്കെ, എക്സ്പെരിമെന്റ് പ്രൊസീജിയർ ഒന്ന്
എടുത്ത് നോക്കുക. എക്സ്പെരിമെന്റ് ചില സമയം ചിലപ്പോൾ ചോദിക്കാം, എക്സാമിനേഷൻ ചോദിച്ചാൽ നമ്മൾ അറിഞ്ഞിരിക്കണം, കാരണം പ്രാക്ടിക്കൽ നമുക്ക് ആവശ്യമുള്ളതാണ്. എന്ത് ചെയ്യുക, അതുകൊണ്ട് എക്സ്പെരിമെന്റ് പ്രൊസീജിയർ നോക്കുക. അപ്പോൾ എക്സ്പെരിമെന്റിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ഞാൻ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. വീഡിയോ ലിങ്ക് ഞാൻ അയച്ചു തരാം, ലൈവ് വീഡിയോന്റെ. ഓക്കെ, അവിടെ നമുക്ക് എക്സ്പെരിമെന്റ് എങ്ങനെ ചെയ്യുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ഈ ഫ്ലൈ വീലിന്റെ കേസിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഇത്രയും ടോപ്പിക്സ് ആണുള്ളത്. എല്ലാ ടോപ്പിക്സും കവർ ചെയ്തെന്ന് തോന്നുന്നു. നമ്മൾ നോക്കാൻ പോകുന്നത് പ്രോബ്ലംസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത്, എ പാർട്ടിക്കിൾ ഓഫ് മാസ് 50 gram മൂവിംഗ് ഇൻ എ സർക്കിൾ അറ്റ് 5 cm റേഡിയസ് വിത്ത് എ കോൺസ്റ്റന്റ് സ്പീഡ് ഓഫ് 10 cm. അതായത് ഒരു 50 gram മാസ് ഉള്ള ഒരു ബോഡി, 50 gram മാസ് ഉള്ള ഒരു ബോഡി എന്ത് ചെയ്യുന്നു, അതൊരു സർക്കുലർ റേഡിയസിൽ, ഒരു സർക്കിളിൽ എന്ത് ചെയ്യുന്നു, ഒരു 5 cm റേഡിയസ് ഉള്ള ഒരു സർക്കിൾ ഇങ്ങനെ റൊട്ടേഷൻ നടത്തുവാണ്. ദെൻ വിത്ത് എ കോൺസ്റ്റന്റ് സ്പീഡ് ഓഫ് 10 cm/s. കോൺസ്റ്റന്റ് സ്പീഡ് എത്രയാണ്, 10 cm/s ആണ്. അപ്പോൾ നമുക്കവിടെ വെലോസിറ്റി, കോൺസ്റ്റന്റ് സ്പീഡ് നമുക്ക് വെലോസിറ്റി എടുത്താൽ മതി. വെലോസിറ്റി അവിടെ 10 cm/s ആണ്. Then what is the angular momentum about center of the circle and point of on the axis of the circle and the 4 cm from the center. അപ്പോൾ 3 കണ്ടീഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. 2 കണ്ടീഷൻസ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഒന്നാം സെന്റർ ഓഫ് സർക്കിളിൽ നിന്ന് ഈ ഒരു ആംഗുലർ മൊമെന്റ് എത്രയാണ് ഡിറ്റർമിൻ ചെയ്യണം. സെക്കൻഡ് കേസിൽ നമുക്ക് അവിടെ നോക്കേണ്ടത് 4 cm എന്ത് ചെയ്യണം, ആ റേഡിയസ് 5 cm മാറ്റിയിട്ടാണ് നമ്മൾ 4 cm-ലോട്ട് നോക്കണം. ആ ഒരു സെന്റിമീറ്റർ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ ഒരു ഡിസ്റ്റൻസ് വരുന്ന സമയത്ത് അവിടുത്തെ നോക്കേണ്ടത് നമുക്കവിടെ ആംഗുലർ മൊമെന്റ്. ഓക്കെ, ആംഗുലർ മൊമെന്റ് ആണ് 2 കേസ് നോക്കേണ്ടത്. അപ്പോൾ മാസ് ആ ഒരു 50 ഗ്രാമിനെ കിലോഗ്രാമിലോട്ട് മാറ്റുക, റേഡിയസിനെ എന്ത് ചെയ്യുക, മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുക. 5 cm is equal to 5 × 10⁻²m മീറ്റർ. വെലോസിറ്റി 10 cm/s ആണ്. അത് എന്ത് ചെയ്യണം, കൺവേർഷൻ അവിടെ നമുക്ക് നടത്തണം ഈ വെലോസിറ്റി കേസിൽ. അപ്പോൾ സെൻട്രൽ കേസിൽ വരുന്ന ആംഗുലർ മൊമെന്റ് ഇക്വേഷൻ ഉണ്ട്. ആംഗുലർ മൊമെന്റം is equal to mvr ആണ്. ഓക്കെ, ലീനിയർ മൊമെന്റ് ആണെങ്കിൽ mv ആണ്. ആ mv ഇൻറ്റു ഡിസ്റ്റൻസ് ആണ് എന്ത് പറയുന്നത്, ആംഗുലർ മൊമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ mv ആയിരിക്കും ലീനിയർ നോർമൽ മൊമെന്റം ഇൻറ്റു ആ ഒരു ഡിസ്റ്റൻസ് വരുമ്പോൾ നമുക്ക് എന്തായിട്ട് മാറാതെ ആംഗുലർ മൊമെന്റ് ആയിട്ട് മാറും. ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നെക്സ്റ്റ് സെക്കൻഡ് കേസിൽ നമുക്ക് നോക്കേണ്ടതിൽ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, ആംഗുലർ മൊമെന്റം എബൌട്ട് ആൻഡ് പോയിന്റ് ഓൺ ദ ആക്സിസ് 4 cm ഫ്രം ദ ലെങ്ത്. അപ്പോൾ L2ന്റെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യുക, ആ ഒരു ഡിസ്റ്റൻസ് റേഡിയസിന്റെ ആ ഒരു പോയിന്റിലല്ല നമുക്ക് 5 cm അല്ല 4 ആയിട്ട് മാറുന്നത്. എന്ത് ചെയ്യുന്നു, ആ ഒരു ആക്സിസ്, റൊട്ടേറ്റിംഗ് ആക്സിസ് നമ്മൾ എന്ത് ചെയ്യണം, 4 cm ആയിട്ടാണ് എടുക്കുന്നത്. കണ്ടല്ലോ, ഈ ഒരു ഫിഗർ നോക്കി, ഇവിടെ റൊട്ടേറ്റിംഗ് ആക്സിസ് നമ്മൾ 4 cm എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കേസിൽ ആംഗുലർ മൊമെന്റ് നമ്മൾ ഡിറ്റർമിൻ ചെയ്ത് നമുക്ക് ഇവിടുത്തെ ഈ ഒരു ഡിസ്റ്റൻസ് ഡിറ്റർമിൻ ചെയ്യണം. നമുക്ക് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് എപ്പോഴും വേണ്ടത്. അപ്പൊ ഈ ഒരു കേസ് ആണെങ്കിൽ നമുക്ക് എന്തറിയാം, ഈ ഒരു കേസ് ആയിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ ഈ ഒരു ലെങ്ത് എടുത്ത് തന്നിരുന്നു നേരത്തെ കേസിൽ. ദാറ്റ് ഈസ് റേഡിയസ് ആണ് ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, റേഡിയസ്. അപ്പൊ ഇവിടെ നമുക്ക് ഈ പോയിന്റ്, ഈ ഒരു പോയിന്റാണ് ഞാൻ കൺസിഡർ ചെയ്തത്, ബി എന്ന് പറയുന്ന പോയിന്റ്. അപ്പോൾ ബി എന്ന് പറയുന്ന പോയിന്റ് ആണ് 4 cm. അപ്പൊ ഇങ്ങോട്ട് മാറുന്ന സമയത്ത് ആംഗുലർ മൊമെന്റം എബൌട്ട് ദ പോയിന്റ് ഓൺ ദ ആക്സിസ് 4 cm ഫ്രം ഇറ്റ് സെന്റർ. സെന്ററിൽ നിന്ന് 4 cm മാറും. അപ്പൊ ചിന്തിക്കുന്നത് റേഡിയസിനകത്തല്ല വരുന്നത്. ഓക്കെ, ഈ ഒരു പോയിന്റ് മാറി ഇങ്ങോട്ടാണ് വരുന്നത്. ആ ഒരു കേസ് ഒന്ന് ചിന്തിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഈ ഒരു ഡിസ്റ്റൻസ് അവിടെ മെഷർ ചെയ്യണം. നമുക്ക് ഹൈപ്പോട്ടനസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ വെച്ച് എന്ത് ചെയ്യാൻ പറ്റും, പൈതഗോറസ് തിയറം വെച്ച് ഡയറക്റ്റ് ആയിട്ട് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. അങ്ങനെ ആ ഒരു വാല്യൂ അവിടെ ഡിറ്റർമിൻ ചെയ്തു. എന്ത് ചെയ്താൽ മതി, നേരത്തെ ആ ഒരു ഇക്വേഷനിൽ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നമുക്ക് എന്ത് കിട്ടും, ഡയറക്റ്റ് ആയിട്ട് അതിന്റെ ആൻസർ കിട്ടും. ദാറ്റ് ഈസ് 0.5 × 1 × ആ ഒരു വാല്യൂ നമുക്ക് എന്ത് കിട്ടുന്നത്, കിട്ടുന്നത്. That is L2 is perpendicular to the plane of position OA distance. Okay. Next question. The Earth is rotating with an angular velocity 7.3 × 10⁻⁻5 radian per second. Rotating Earth's velocity ആണ് radian per second ആണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. What is the tangential force need to stop the Earth in 1 year? Given moment of inertia of the Earth about the axis of rotation is 9.3 × 10⁻37 kilogram meter square. റേഡിയസ് ഓഫ് എർത്ത് ആണെങ്കിൽ 6.4 × 10⁻6 മീറ്റർ. അതായത് നമുക്കിപ്പോൾ ഒരു എർത്തിനെ ഒരു വർഷം കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി റിക്വയർഡ് ആയിട്ട് വരുന്ന ടോർക്ക് എത്ര, ഫോഴ്സ് എത്രയാണ് നോക്കുന്നത്. നടക്കുന്ന കാര്യമല്ല. എന്നാൽ എന്ത് ചെയ്യുന്നു, എക്സ്പീരിയൻസിൽ പറ്റിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നു, തിയററ്റിക്കലി പ്രൂവ് ചെയ്യാൻ പറ്റും. ഇത്രയും ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, എർത്തിന്റെ അവിടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ആ ഒരു കേസ് നോക്കുന്നത്. അപ്പോൾ ഇനിഷ്യൽ ആംഗുലർ വെലോസിറ്റി, അതായത് ഇപ്പോൾ ഇനിഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എർത്തിനെ റൊട്ടേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
പോയിന്റ് ഇനിഷ്യൽ വെലോസിറ്റി എത്രയായിരിക്കും? ഇനിഷ്യൽ വെലോസിറ്റി എപ്പോഴും 7.3 × 10⁻⁵ റേഡിയൻ പെർ സെക്കൻഡ് ആണ്. ഇവിടെ തന്നിരിക്കുന്ന വാല്യൂ ആംഗുലർ വെലോസിറ്റി എത്രയാണോ അത്രയും. സാധാരണ എപ്പോഴും നമ്മൾ ഇനിഷ്യൽ വെലോസിറ്റി 0 എടുക്കുക. കാരണം റെസ്റ്റിൽ നിൽക്കുന്ന മോഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് ഇനിഷ്യൽ വെലോസിറ്റി നമ്മൾ എന്ത് ചെയ്യുന്നത് 0 എടുക്കുന്നത്. ബട്ട് ഇവിടെ എന്താണ് എർത്ത് ഇങ്ങനെ കണ്ടിന്യൂസ്ലി റൊട്ടേറ്റിംഗ് ഇല്ല. അപ്പോൾ റൊട്ടേറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് എന്ത് ചെയ്യണം 0 കൊണ്ടെത്തിക്കണം. അതിനാണ് ഫൈനൽ വെലോസിറ്റി ആണ് നമ്മളോട് 0 എടുക്കുന്നത്. ഇനിഷ്യലി 7.3 ഉണ്ട്, ഫൈനലി എന്താണ് അത് 0 ആണ്. അപ്പോൾ ടൈം തന്നിട്ടുണ്ട്. ടൈമിന്റെ റിലേഷൻ t is equal to 1 ഇയർ ആണ്. 1 ഇയറിന് എന്ത് ചെയ്യുക ടൈമിന്റെ ക്വാണ്ടിറ്റിയിലോട്ട് മാറ്റുക. അപ്പോൾ 1 ഇയർ ഇൻറ്റു 1 ഡേ ഇൻറ്റു 1 അവർ ഇൻറ്റു 1 സെക്കൻഡ്. അതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് 1 ഇയറിനെ ടൈമിന്റെ ക്വാണ്ടിറ്റിയിലോട്ട് മാറ്റാൻ വേണ്ടിയുള്ള റിലേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഇതിൽ മാത്രം മിക്കപ്പോഴും യൂസ് ചെയ്യുന്ന റിലേഷൻ ആണ് ഈ ഒരു റിലേഷൻ. ടൈമിന് അല്ലെങ്കിൽ 1 ഇയറിന് എന്ത് ചെയ്യാം ടൈമിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമുക്ക് v is equal to u0 plus at റിലേഷൻ ഉണ്ടല്ലോ. അതേപോലെ എന്ത് ചെയ്യുന്നു നമുക്ക് ആംഗുലർ മൊമെന്റത്തിന് അല്ലെങ്കിൽ ആംഗുലർ രീതിയിൽ അല്ലെങ്കിൽ റൊട്ടേഷൻ ബോഡിയുടെ രീതിയിൽ എന്ത് ചെയ്യുന്നു റൊട്ടേറ്റിംഗ് ബോഡിയുടെ രീതിയിലും നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു ഇക്വേഷൻ ഒമേഗ ഈക്വൽ ടു ω0 പ്ലസ് 80. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആംഗുലർ ആക്സിലറേഷൻ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. കാരണം നമുക്കിവിടെ ഇനിഷ്യൽ വെലോസിറ്റി ഫൈനൽ വെലോസിറ്റി അറിയാം, ടൈം പീരീഡും അറിയാൻ പറ്റും. അതാണ് നമുക്കിവിടെ കിട്ടുന്നത്. ദാറ്റ് ഈസ് ആൽഫ ഈക്വൽ ടു ആംഗുലർ ആക്സിലറേഷൻ ആൽഫ ഈക്വൽ ടു -2.313 ഇൻറ്റു 10⁻⁻12 റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ. ഇപ്പൊ ഇവിടെ ഈ ഒരു കേസിൽ നമുക്ക് വെലോസിറ്റി റേഡിയനിൽ തന്നു കഴിഞ്ഞാൽ ഇനി അതിനെ കൺവേർഷൻ ചെയ്യാൻ നിൽക്കണ്ട, ഡയറക്റ്റ് എന്ത് ചെയ്താൽ മതി റേഡിയനിൽ ഇട്ട് തന്നെ സോൾവ് ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് വേറെ കൺവേർഷൻ അവിടെ നമുക്ക് നടത്തേണ്ട കാര്യമില്ല. ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക ആ ഒരു റേഡിയനിൽ തന്നെ നമുക്ക് ആംഗുലർ ആക്സിലറേഷൻ ഇവിടെ കിട്ടും. ദാറ്റ് ഈസ് ടോർക്ക് ടോ ഈക്വൽ ടു ഐ ആൽഫ. ടോർക്ക് റിലേഷൻ ആണ്, ടോർക്കിന്റെ റിലേഷൻ ഐ ആൽഫ. എഫ് ക്രോസ് ആറിന് റിലേഷൻ ഉണ്ട്, അതുപോലെ തന്നെ എന്ത് ചെയ്തു ആ എഫ് ക്രോസ് ആറിൽ നമ്മൾ ഐ ആൽഫ റിലേഷൻ കൊണ്ടുവരുന്നത്. ദാറ്റ് ഈസ് ആർ ക്രോസ് എഫ് സെയിം തന്നെ. ടാൻജൻഷ്യൽ ഫോഴ്സ് എത്രയാണ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യേണ്ടത്. അപ്പോൾ റേഡിയസ് ഓഫ് ദി എർത്ത് അറിയാം 6.4 × 10⁻⁶ മീറ്റർ ആണ്. ആൻഡ് മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ത് ചെയ്യുക അതിൽ നിന്നും കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഇക്വേറ്റ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും ദാറ്റ് ഈസ് എഫ് ഈസ് ഈക്വൽ ടു ഐ ആൽഫ ബൈ ആർ എന്ന് കിട്ടും. ദാറ്റ് ഈസ് ദ ഫോഴ്സ് റിക്വയർഡ് ടു സ്റ്റോപ്പ് ദ എർത്ത് ഇൻ 1 ഇയർ ഈക്വൽ ടു 3.30 ഇൻറ്റു 10⁻⁹ ന്യൂട്ടൺ. അപ്പോൾ ഇത്രയും കൊടുത്തു നമുക്ക് എന്ത് ചെയ്യാം എർത്തിന്റെ റൊട്ടേഷൻ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് വളരെ കുറച്ചായിട്ടായിരിക്കും ചോദിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതലും ചോദിക്കുന്നത് മൊമെന്റ് ഓഫ് ഇനർഷ്യയെ ബന്ധപ്പെട്ട് വരുന്നതാണ്. ഇതൊക്കെ ആ ഒരു ഫസ്റ്റ് ആ ഒരു പ്രിലിമിനറി കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ടോപ്പിക്സ് തന്നിരിക്കുന്നത്. എന്നാലും പഠിച്ചിരിക്കുക, ഇക്വേഷൻസ് അറിഞ്ഞിരിക്കുക, എന്ത് ചെയ്യുക നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇനി മൊമെന്റ് ഓഫ് ഇനർഷ്യയെ ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നോക്കാം. ഏതെങ്കിലും പ്രോബ്ലം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പൊ ഈ ഞാനൊരു ടെക്സ്റ്റ് ബേസ് ചെയ്താണ് പറയുന്നത്, അല്ലാതെ എനിക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻ കിട്ടുക അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ എടുത്ത് നോക്കുമ്പോഴോ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. വാട്സ്ആപ്പ് മെസ്സേജ് ഇട്ടാൽ മതി, പറഞ്ഞുതരാം. Then a circular disc of 49 kg and radius 15 cm is rotating at a speed of 120 rotation per minute. ഒരു മിനിറ്റിൽ 45 കിലോഗ്രാം മാസ് ഉള്ള ഒരു മാസം 50 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു ഡിസ്ക് എന്ത് ചെയ്യുന്നു ഒരു 120 റൊട്ടേഷൻ പെർ മിനിറ്റ് എക്സിക്യൂട്ട് ചെയ്യണം. ഒരു മിനിറ്റിൽ 120 പ്രാവശ്യം അത് റൊട്ടേറ്റ് ചെയ്യണം. അപ്പൊ ആ ഒരു കേസിൽ calculate its kinetic energy. Its moment of inertia about the axis of rotation is half mr². അവിടുത്തെ kinetic energy എന്ത് ചെയ്യേണ്ടത് ഡിറ്റർമിൻ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചു kinetic energy ഡിറ്റർമിൻ ചെയ്യേണ്ട ഇക്വേഷൻ. നേരത്തെ പറഞ്ഞു ഇക്വേഷൻസ് ചോദിക്കാൻ പ്രോബ്ലം ഇതാണ്. ദാറ്റ് ഈസ് മാസ് തന്നിട്ടുണ്ട്, റേഡിയസ് തന്നിട്ടുണ്ട്, നമുക്ക് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഡയറക്റ്റ് തന്നിട്ടില്ല. ഓക്കെ, എന്ത് ചെയ്യണം ഈ ഒരു റിലേഷൻ ഉണ്ടല്ലോ നമുക്ക് ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു ഐ ω² ആണ് ആ ഇക്വേഷൻ കൊടുക്കുക. എം 49 കിലോഗ്രാം, r 0.5 മീറ്റർ ആണ്. number of rotation equal to 120/60. കാരണം പെർ മിനിറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതാണ് 60 കൊണ്ട് ചെയ്യുന്നത്. പെർ മിനിറ്റ് എന്നല്ലേ പെർ മിനിറ്റ് ഡിവൈഡ് ബൈ 60. സെക്കൻഡ് ആണെങ്കിൽ എന്ത് ചെയ്യും ഒരു 60 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും, ഇൻറ്റു 60 കൂടി ചെയ്യേണ്ടി വരും, ഇൻറ്റു 60 മിനിറ്റ് സെക്കൻഡ് ആയിരുന്നു. അപ്പോൾ മിനിറ്റ് കിടന്നുകൊണ്ട് എന്ത് ചെയ്താൽ മതി ഒരു 60 കൊണ്ട് അവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. വിച്ച് ഈസ് ഈക്വൽ ടു 2 റൊട്ടേഷൻ പെർ സെക്കൻഡ് എന്ന് കിട്ടി. 2 റൊട്ടേഷൻ പെർ സെക്കൻഡ്. എന്ത് ചെയ്യുക ഇവിടെ ഈ ഒരു ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഹാഫ് ഇൻറ്റു ഹാഫ് mr² ഇൻറ്റു ഈ ω², ഒമേഗയുടെ വാല്യൂ ആണ് 2πn എന്ന് പറയുന്നത്. ഒമേഗ ഈക്വൽ ടു 2πn. നമ്മൾ നേരത്തെ ആ ഒരു ഫ്ലൈ വീലിന്റെ കേസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത റിലേഷൻ ഒമേഗ ഈക്വൽ ടു 2πn എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ അവിടെ എന്ത് ചെയ്യുക 2 കൊടുക്കുക, ബാക്കിയെല്ലാം സോൾവ് ചെയ്തിട്ട് ആൻസർ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഇപ്പോൾ ഡയറക്റ്റ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത വരുന്നത് ഫ്ലൈ വീലുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. A thin cord is clipped on a peg of
axle of flywheel and wound round with a mass 2 kg suspended from its lower free end. നമ്മൾ ഫ്ലൈവീൽ ചെയ്യുന്ന പോലെ 2 kg സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. And then it is initially held in a position at a height 1 meter from the horizontal floor. ഫ്ലോർ എന്നുള്ള ഹൈറ്റ് h ആണ് തന്നിരിക്കുന്നത്, ഫ്ലോർ h. And mass is then allowed to fall, which touches the floor chord slip of the peg. The flywheel comes to rest after making 20 revolution in 8 seconds. അപ്പോൾ ടൈം ഒക്കെ തന്നിട്ടുണ്ട്, ടിയുടെ വാല്യൂ തന്നിട്ടുണ്ട്, അതിന് റൊട്ടേഷൻ n2 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡിറ്റർമിൻ ചെയ്യേണ്ടത് if the radius of the axle 1 centimeter and the value of moment of inertia of the flywheel about the axis. അപ്പോൾ ഫ്ലൈവീലിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ത് ചെയ്യണം, ഡിറ്റർമിൻ ചെയ്യണം. ഇവിടെ നമുക്ക് n1 തന്നിട്ടില്ല, നമ്മൾ എന്ത് ചെയ്യണം, n1 അവിടെ കണ്ടുപിടിക്കണം. അപ്പോൾ n1 കണ്ടുപിടിക്കാൻ വേണ്ടി ലെങ്ത് ഓഫ് ദ കോഡ് ബൈ സർക്കംഫറൻസ് ഓഫ് ദ ആക്സിൽ, ആക്സിലിന്റെ സർക്കംഫറൻസും ഒരു ലെങ്ത് ഓഫ് ദ കോഡ്, ആക്സിലെ സിലിണ്ടർ ആണ്, അപ്പോൾ 2πr ആയിരിക്കും സർക്കംഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് വെച്ച് എന്ത് ചെയ്യാൻ പറ്റും, സർക്കംഫറൻസ് കിട്ടും, ആക്സിലിന്റെ ഷേപ്പ് സിലിണ്ടർ ആണ്. ലെങ്ത് ഓഫ് ദ കോഡ് നമുക്ക് L എന്ന് എടുക്കാം. L നമുക്ക് തന്നിട്ടുണ്ടോ ഇവിടെ? മീറ്റർ എവിടെ കിടക്കുന്നത്? ആക്സിൽ 1 സെന്റിമീറ്റർ അല്ലേ? സെന്റിമീറ്റർ അല്ല, അത് ആക്സിലിന്റെ റേഡിയസ്, ഹൈറ്റ് 1 മീറ്റർ, ലെങ്ത് ഓഫ് ദ കോഡ്. ഓക്കെ, ലെങ്ത് ഓഫ് ദ കോഡ്, ആക്സിലിന്റെ ലെങ്ത് അല്ല, നമുക്ക് ആ ചുറ്റുന്ന കോഡിന്റെ ലെങ്ത് ആണ് പറയുന്നത്. ഓക്കെ, കോഡിന്റെ ലെങ്ത് ഡിവൈഡ് ബൈ സർക്കംഫറൻസ് എന്നിട്ട് എത്ര പ്രാവശ്യം ചുറ്റുന്നുള്ളത് നമുക്ക് അവിടെ കിട്ടും, n1 ടൈംസ് 3 ചുറ്റുന്ന വൗണ്ട് ചെയ്ത് എത്രയാണ് നമുക്ക് അവിടെ അറിയാൻ പറ്റും. ലെങ്ത് ഓഫ് ദ കോഡ് നമുക്ക് തന്നിട്ടുണ്ട് 1 മീറ്റർ ആണ്. ക്ലിയർ ആണ്? ദാറ്റ് ഈസ് n1 ന്റെ വാല്യൂ നമുക്ക് അങ്ങനെ കിട്ടും, which is equal to I is equal to m into മൊമെന്റ് ഓഫ് ഇനർഷ്യ ഡിറ്റർമിൻ ചെയ്യേണ്ട ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ എന്ത് ചെയ്യുക, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്, കാരണം ജിയുടെ വാല്യൂ അറിയാം, h അറിയാം, t അറിയാം. ഓക്കെ, n2 ന്റെ വാല്യൂ ഉണ്ട്, n1 ന്റെ വാല്യൂ ഉണ്ട്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് എന്ത് കിട്ടും, നമുക്ക് ആ ഒരു മൊമെന്റ് ഓഫ് ഇനർഷ്യ കിട്ടും ഫ്ലൈവീലിന്റെ. ഇതേ റിലേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു കേസിൽ ഫ്ലൈവീലിന്റെ എക്സ്പെരിമെന്റിൽ യൂസ് ചെയ്യുന്നത്. അവിടെ പിന്നെ നമുക്ക് n1 നമ്മൾ തന്നെ വൗണ്ട് ചെയ്ത് കൊടുക്കുന്നത്, അതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റും എത്രയാണ് n1 എന്നുള്ള കേസ്. ഓക്കെ, ഇവിടെ തന്നിട്ടില്ല, എന്ത് ചെയ്താൽ മതി, ലെങ്ത് ഓഫ് ദ കോഡ് ബൈ സർക്കംഫറൻസ് ഓഫ് ദ ആക്സിൽ ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും, ആ ഒരു ലെങ്ത് ഓഫ് ദ കോഡ് നമുക്ക് അവിടെ കിട്ടും. ഇത്രയുമാണ് ആ ഒരു ഫ്ലൈവീലിന്റെ കേസിൽ വരുന്ന ആ ഒരു ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മാസ് ഓഫ് എ ഡിസ്ക് ഈസ് 0.4 kg and its radius is 20 centimeter. Calculate the radius of the gyration of the disc about the axis passing through its center of gravity and perpendicular to its length. K യുടെ വാല്യൂ, റേഡിയസ് ഓഫ് ഗൈറേഷൻ, അതാണ് ഡിറ്റർമിൻ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, മൊമെന്റ് ഓഫ് ഇനർഷ്യ റിലേഷൻ ഉണ്ട്, മൊമെന്റ് ഓഫ് ഇനർഷ്യ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു mr² ആണ് ഒരു ഡിസ്കിന്റെ കേസിൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ. അപ്പോൾ മൊമെന്റ് ഓഫ് ഇനർഷ്യയും ആ ഒരു റേഡിയസ് ഓഫ് ഗൈറേഷൻ തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ്, ദാറ്റ് ഈസ് I is equal to mk². mk² which is equal to എന്ത് ചെയ്യുന്നു, mr² നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, mr²/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ആൻഡ് k യുടെ വാല്യൂ, k m ക്യാൻസൽ ആയി പോകും, ബാക്കി k is equal to r/√2 എന്ന് കിട്ടും. 0.2 അവിടെ റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ട്, 0.2 ആണ്. 20 centimeter which is equal to 0.2 meter divided by √2 എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ മാസിന്റെ കേസ് അവിടെ ആവശ്യമില്ല, മാസ് എന്ത് ചെയ്യുന്നു, ക്യാൻസൽ ആയി പോകുന്നുണ്ട്. എന്നാലും മാസ് തന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. ഈ റിലേഷൻ I is equal to mk², ഇതാണ് നമ്മൾ റേഡിയസ് ഓഫ് ഗൈറേഷന് വേണ്ടി പഠിച്ച റിലേഷൻ. ഇനി ഇതുപോലത്തെ കുറച്ച് പ്രോബ്ലംസ് ആണ്, ചെയ്തു നോക്കുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, കാരണം എല്ലാം സെയിം ടൈപ്പ് ആണ്, എല്ലാം ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇക്വേഷൻ ഡയറക്റ്റ് നമ്മൾ എന്ത് ചെയ്താൽ മതി, സോൾവ് ചെയ്താൽ മതി. പ്രത്യേകിച്ച് ഒരു എന്തെങ്കിലും എക്സ്പ്രഷൻ കേസിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ കാണുവാണെങ്കിൽ ഒന്നുകൂടി പറഞ്ഞുതരാം.